കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc കോമൺ കോഴ്സ് അറബിക്കിലെ അൽവാഹ എന്ന പുസ്തകം, അതിലെ ഒന്നാമത്തെ പാഠം ഇലബനത്തി, എൻ്റെ മകൾക്ക്. ഇത് പ്രശസ്ത അറബ് എഴുത്തുകാരൻ ത്വാഹ ഹുസൈൻ്റെ അൽ അയ്യാം എന്ന ആത്മകഥയിൽ നിന്നും എടുക്കപ്പെട്ട ചെറിയൊരു ഭാഗമാണ്. ഇന്നക്കി യബനത്തി, എൻ്റെ മോളെ, നീ ലസാദിജത്തുൻ, നീ സിമ്പിളാണ്. സാദിജത്ത് മീൻസ് സിമ്പിളാണ്. സലീമത്തുൽ ഖൽബി, നിഷ്കളങ്കയാണ്. ത്വയ്യിബത്തുൻ നഫ്സി, നല്ല മനസ്സുള്ളവളാണ്. അൻതിഫി താസിഅത്തി മിൻ ഉംരിക്ക്, നീ ഇപ്പോൾ നിൻ്റെ 9ാമത്തെ വയസ്സിലാണ്. 9ാമത്തെ വയസ്സിലുള്ള തൻ്റെ മകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ് തൻ്റെ ആത്മകഥയിൽ. ഫി ഹാദിഹി സിന്നില്ലത്തി യുഅ്ജിബു ഫിഹ ലത്ഫാലു ബി ആബാഇഹിം വ ഉമ്മഹാത്തിഹിം, നീ ഇപ്പോൾ ഉള്ളത് നിൻ്റെ 9ാമത്തെ വയസ്സിലാണല്ലേ. ഈ പ്രായം എന്ന് പറയുന്നത് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ ആരാധനയോടെ അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ കാണുന്ന പ്രായമാണ്. വയത്തഹിദൂനഹും മുസലൻ ഉല്യൻ ഫിൽ ഹയാത്തി, ജീവിതത്തിൽ അവരെ ഉന്നതമായ മാതൃകയായി സ്വീകരിക്കുന്ന പ്രായമാണിത്. യതഅസ്സറൂന ബിഹിം ഫിൽ ഖൗലി വൽ അമലി, അവരുടെ മാതാപിതാക്കളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും സ്വാധീനിക്കപ്പെടുന്ന പ്രായമാണിത്. വയുഹാവിലൂന അൻ യകൂനു മിസ്ലഹും ഫി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ പോലെയാകാൻ ശ്രമിക്കുന്ന പ്രായമാണിത്. വയുഫാഖിറൂന ബിഹിം, അവരെക്കുറിച്ച് അഭിമാനിക്കുന്ന സമയമാണ്. മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ അഭിമാനിക്കും ഈ പ്രായത്തിൽ. ഇദാ തഹദ്ദസു ഇലാ അഖ്റാനിഹിം അസ്ന അൽഅബി, കളിക്കിടയിൽ തങ്ങളുടെ കൂട്ടുകാരോട് മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അഭിമാനമായിരിക്കും. വയുഹയ്യിലു ഇലൈഹിം, അവർക്ക് തോന്നും, അന്നഹും കാനു അസ്ന തുഫൂലത്തിഹിം, അവർ തങ്ങളുടെ മാതാപിതാക്കൾ കാനു അസ്ന തുഫൂലത്തിഹിം, അവരുടെ കുട്ടിക്കാലത്തും കമാഹും അൽ ആന, അവർ ഇപ്പോഴുള്ളതുപോലെ മുസ്ലൻ ഉല്യ, ഉന്നത മാതൃകകളായിരിക്കും എന്നാണ്. അതേപോലെ യസ്ലുഹൂന അൻ യകൂനു ഖുദ്വതൻ ഹസനത്തൻ വഉസ്വതൻ സ്വാലിഹത്തൻ, നല്ല മാതൃകകളും സൽഗുണ സമ്പന്നരുമായ ആളുകളായിരിക്കും അവർ അവരുടെ കുട്ടിക്കാലത്തും. മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ഇതേപോലെ തന്നെയുള്ളവരായിരിക്കും, ഇതേപോലെ തന്നെ സൽഗുണ സമ്പന്നരും തങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയവരും ആ രൂപത്തിൽ ഉള്ളവരായിരിക്കും കുട്ടിക്കാലം മുതലേ എന്നാണ് കുട്ടികളുടെ മനസ്സിൽ തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഉള്ള ധാരണ. അങ്ങനെയുള്ള പ്രായത്തിലാണ് എൻ്റെ മകളെ നീ ഇപ്പോൾ ഉള്ളത്. അലൈസൽ അമ്രു കമാ ഖൂലു, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ, അങ്ങനെ തന്നെയല്ലേ. അലസ്തി തറൈന, നീ കാണുന്നില്ലേ, അന്ന അബാക്കി ഖൈറുർ റിജാലി വ അക്രമഹും, നിന്റെ പിതാവാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും മാന്യനായ, ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ എന്ന് നീ കാണുന്നില്ലേ. അതായത് അങ്ങനെ നിനക്ക് അഭിപ്രായമില്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിന്റെ മനസ്സിൽ നിന്റെ പിതാവാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അങ്ങനെയായിരിക്കും എല്ലാ കുട്ടികൾക്കും തങ്ങളുടെ പിതാക്കന്മാരും ഉമ്മമാരുമാണ് ഏറ്റവും നല്ലവരും ഏറ്റവും മാതൃകയാക്കേണ്ടവരും ആയിട്ട് അവർ കരുതുക. അലസ്തി തറൈന, നീ കാണുന്നില്ലേ, നിനക്ക് അഭിപ്രായമില്ലേ, അന്നഹു ഖദ് കാന കദാലിക ഖൈറൽ അത്ഫാലി വ അംബലഹും, അദ്ദേഹം നിന്റെ പിതാവ് ചെറുപ്പത്തിലും ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയും ഏറ്റവും നല്ലവനായ കുട്ടിയും ആയിരുന്നു എന്ന് നിനക്ക് അഭിപ്രായമില്ലേ, എന്ന് നീ കാണുന്നില്ലേ, നിന്റെ പിതാവിനെ കുറിച്ച് അങ്ങനെ നീ ചിന്തിക്കുന്നില്ലേ. അലസ്തി മുഖ്തനിഅതൻ, നീ വിശ്വസിക്കുന്നില്ലേ, അന്നഹു കാന യഈഷു കമാ തഈഷീന, നീ ഇപ്പോൾ ജീവിക്കുന്നത് പോലെയാണ് അദ്ദേഹവും ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത് എന്ന് നീ തൃപ്തിപ്പെടുന്നില്ലേ, എന്ന് നീ കരുതുന്നില്ലേ. ഔ ഖൈറം മിമ്മാ തഈഷീന, അല്ലെങ്കിൽ നീ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ നല്ല ജീവിതമാണ് നിന്റെ പിതാവ് ചെറുപ്പത്തിൽ ജീവിച്ചിട്ടുണ്ടാവുക എന്നല്ലേ നീ കരുതുന്നത്. അലസ്തി തുഹിബ്ബീന, നീ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ തഈഷി അൽ ആന, ഇപ്പോൾ നീ ജീവിക്കാൻ, കമാ കാന യഈഷു അബൂക്കി ഹീന കാന ഫി സാമിനത്തി മിൻ ഉംരിഹി, നിന്റെ പിതാവ് 8ാം വയസ്സിൽ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിക്കണം എന്ന് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലേ. അതായത് മക്കളുടെ മനസ്സിൽ തങ്ങളുടെ മാതാക്കളുമൊക്കെ എപ്പോഴും കുട്ടിക്കാലം മുതലേ വളരെ നല്ല നിലയിൽ ജീവിച്ചു പോരുന്നതായിട്ടാണ് കരുതുക. കാരണം എന്താണ്,
ഇപ്പോൾ മാതാപിതാക്കളെ എങ്ങനെയാണോ കാണുന്നത് അതേ രൂപത്തിൽ തന്നെയായിരിക്കും മുമ്പേ ഉള്ളത് എന്നാണ് അവരുടെ ധാരണ. വമഅദാലിക, എങ്കിലും ഫഇന്ന അബാക്കി, നിന്റെ പിതാവ് യബ്ദുലു മിനൽ ജുഹദി മാ യംലികു വലാ യംലികു, നിന്റെ പിതാവ് അദ്ദേഹത്തിന് കഴിയുന്നതും കഴിയാത്തതുമായ പരിശ്രമങ്ങൾ നടത്തുകയാണ്. വയതകല്ലഫു മിനൽ മശഖത്തി മാ യുതീഖു വമാ ലാ യുതീഖു, അദ്ദേഹത്തിന് കഴിയുന്നതും കഴിയാത്തതുമായ വിഷമതകൾ, കഷ്ടതകൾ അദ്ദേഹം സഹിക്കുകയാണ്. എന്തിന്? ലിയുജന്നിബക്കി, നിന്നെ അകറ്റാൻ, ഹയാത്തഹു ഹീന കാന സ്വബിയൻ, അദ്ദേഹം ചെറുപ്പത്തിൽ ജീവിച്ച ജീവിതത്തിൽ നിന്നും നിന്നെ അകറ്റാൻ വേണ്ടി നിന്റെ പിതാവ് ഇപ്പോൾ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്റെ പിതാവ് ചെറുപ്പത്തിൽ ജീവിച്ചത് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്. ആ ജീവിതം നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ഇപ്പോൾ നിന്റെ പിതാവ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ ജീവിച്ചതുപോലെയുള്ള പ്രയാസകരമായ ജീവിതം തൻ്റെ മകൾക്ക് ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട്, നിന്നെ നല്ലൊരു ജീവിതം നിനക്ക് നൽകണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് നിന്റെ പിതാവ് യഥാർത്ഥത്തിൽ എന്ന് പറയുകയാണ് ഇദ്ദേഹം. ലഖദ് അറഫ്തിഹി, നീ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്, നീ അദ്ദേഹത്തെ അറിഞ്ഞത്, യബ്നതി മോളെ, ഫി ഹാദ തൗരി മിൻ അത്വാരി ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു ഘട്ടത്തിലാണ്, അദ്ദേഹത്തിന് നീ ഇപ്പോൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലാണ് നീ അദ്ദേഹത്തെ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. അത് അത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ചെറുപ്പകാലമായിരുന്നു. വലോ അന്നി ഹദ്ദസ്തുക്കി, ഞാൻ നിന്നോട് പറഞ്ഞാൽ, ബിമാ കാന അലൈഹി ഹീന ഇദിൻ, അദ്ദേഹം ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, ലകദബ്തു കസീറൻ മിൻ ളിന്നിക്കി, നിന്റെ ഊഹങ്ങളിൽ പലതിനെയും ഞാൻ തെറ്റിച്ചു കളയും. നീ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന പലതും തെറ്റായിപ്പോകും, തെറ്റാണ് എന്ന് നിനക്ക് മനസ്സിലാകും. വല ഹയ്യബ്തു കസീറൻ മിൻ അമലിക്കി, നിന്റെ പ്രതീക്ഷകൾ, അതായത് നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യും, നിന്നെ നിരാശപ്പെടുത്തി കളയും. അതായത് നീ ഉപ്പാനെ കൊണ്ട് വിചാരിച്ചിരിക്കുന്നത് പോലെയൊന്നുമല്ല ഉപ്പ എന്ന് നിനക്ക് മനസ്സിലാകും. അങ്ങനെ വലിയൊരു നിരാശയിലേക്ക് ഞാൻ നിന്നെ തള്ളിവിടും ഉപ്പയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ നിന്നോടിപ്പോൾ പറഞ്ഞാൽ. വല ഫതഹത്തു ഇലാ ഖൽബിക്കി സാദിജി വനഫ്സിക്കിൽ ഹുൽവത്തി, നിൻ്റെ ഈ മധുരമുള്ള മനസ്സിലും നിൻ്റെ ഈ സിമ്പിളായ കൽബിലും ഞാൻ തുറന്നു തരികയാണ് ചെയ്യുക. ഞാൻ നിന്നോട് എൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് തുറന്നു തരികയാണ് ചെയ്യുക? ബാബൻ മിൻ അബ്വാബിൽ ഹുസ്നി, ദുഃഖത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് ചെയ്യുക. എൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് പറഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ദുഃഖത്തിൻ്റെ വാതിൽ ഞാൻ തുറന്നു തരികയാണ്, നീ വല്ലാതെ ദുഃഖിച്ചു പോകും. ഹറാമുൻ, അതുകൊണ്ട് ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല. അൻ യഫ്തഹ ഇലൈഹ, ആ വാതിലുകൾ തുറക്കാൻ, ആ ദുഃഖത്തിൻ്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കൽ ഹറാമാണ്, അത് തുറക്കാൻ പാടില്ല. വ അൻതി ഫി ഹാദ തൗരി ലദീദി മിനൽ ഹയാത്തി, നീ ഈ ആസ്വാദ്യകരമായ ജീവിതത്തിൻ്റെ ഈ ആസ്വാദ്യകരമായ ഘട്ടത്തിലായിരിക്കെ നിന്റെ മുമ്പിൽ ആ ഒരു ദുഃഖത്തിൻ്റെ വാതിൽ തുറക്കൽ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് നിന്റെ മുമ്പിൽ തുറക്കുകയില്ല. വലാകിൻ ഇലൻ വഹദ്ദിസക്കി, ഞാൻ നിന്നോട് പറയുകയില്ല, ബിശൈഇൻ മിമ്മാ കാന അലൈഹി അബൂക്കി, നിന്റെ പിതാവ് ആയിരുന്നതിനെക്കുറിച്ച്, ഫീ ദാലിക തൗരി അൽ ആൻ, ആ നിന്റെ പിതാവ് ജീവിതത്തിൽ ആ ചെറുപ്പകാലത്ത് ആയിരുന്ന ആ ഘട്ടത്തെക്കുറിച്ച് അൽ ആൻ, ഇപ്പോൾ ഞാൻ നിന്നോട് പറയുകയില്ല. ലൻ ഉഹദ്ദിസക്കി, ഞാൻ നിന്നോട് പറയുകയില്ല. ബിശൈഇൻ, ഒന്നിനെക്കുറിച്ചും, മിമ്മാ കാന അലൈഹി, അദ്ദേഹം ആയിരുന്ന ഒന്നിനെക്കുറിച്ചും ഞാൻ നിന്നോട് ഇപ്പോൾ പറയുകയില്ല. മീൻസ് കുട്ടിക്കാലത്തെക്കുറിച്ച് നിന്നോട് ഞാൻ ഇപ്പോൾ പറയുകയില്ല, കാരണം അത് നിന്നിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ലൻ ഉഹദ്ദിസക്കി ബിശൈഇൻ മിൻ ഹാദ, അതിൻ്റെ ഒരു കാര്യവും, അതിൽ നിന്നും ഒരു കാര്യവും ഞാൻ നിന്നോട് പറയുകയില്ല. ഹത്താ തതഖദ്ദമ ബികി സിന്ന ഖലീലൻ, ഹത്താ തതഖദ്ദമ ബികി സിന്നു ഖലീലൻ, നിനക്ക് കുറച്ചുകൂടി പ്രായമാകുന്നത് വരെ, അങ്ങനെ കുറച്ച് പ്രായമായാൽ നിനക്ക് ഞാനത് പറഞ്ഞു തരും. ഫതസ്തതിഇ, അപ്പോൾ നിനക്ക് സാധിക്കും. അൻ തഖ്റഇ വതഫഹമി, നിനക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രായമാകുന്നത് വരെ. വതഫഹമി, നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാകുന്നത് വരെ. വതഹ്കുമി, നിനക്ക് വിലയിരുത്താൻ പറ്റുന്നത് വരെ. അതായത് നിനക്ക് വായിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ പറ്റുന്ന ഒരു പ്രായമായാൽ മാത്രമേ നിനക്ക് ഞാൻ
എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു തരികയുള്ളൂ. വയോമഇദിൻ അന്ന് തസ്തതീന നിനക്ക് സാധിക്കും അൻ താരിഫി മനസ്സിലാക്കാൻ അന്ന അബാക്കി അഹബ്ബക്കി ഹഖൻ നിന്റെ പിതാവ് നിന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്ന് നിനക്കന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് നീ ഈ കഥ വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഇപ്പോൾ നിനക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിലല്ല ഈ കഥയുള്ളത് അല്ലേ. നീ പിന്നീട് കുറച്ച് പ്രായമായാൽ നീ ഇത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും നിന്റെ പിതാവ് നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. കാരണം അന്ന് ഈ കുട്ടിക്കാലത്ത് നിന്റെ പിതാവ് നിന്നോട് ഉപ്പാൻ്റെ കഷ്ടപ്പാടുകളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. കഷ്ടപ്പാട് അറിയിക്കാതെയാണ് നിന്നെ വളർത്തിയത് എന്ന് നിനക്ക് മനസ്സിലാക്കും. വഫക്ക ബാള തൗഫീഖി നിന്റെ പിതാവ് അല്പം വിജയിച്ചു എന്നും നിനക്ക് മനസ്സിലാകും. എന്തിനെ ലി അൻ യുജന്നിബക്കി തഫൂലത്തഹു വസിബാഹു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും നിന്നെ അകറ്റാൻ അദ്ദേഹത്തിന് അല്പമൊക്കെ സാധിച്ചു എന്നും നിനക്ക് ആ സമയത്ത് നീ വലുതായിട്ട് ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നീ വലുതായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു തരുമ്പോൾ നിനക്ക് മനസ്സിലാകും. അപ്പോൾ താഹ ഹുസൈൻ തൻ്റെ അൽ അയ്യാം എന്ന ഓട്ടോബയോഗ്രാഫിയിൽ എഴുതിയ ഒരു ഭാഗമാണിത്. മിനൽ അയ്യാം ലി താഹ ഹുസൈൻ. ചെറിയ മാറ്റങ്ങളോടെ ഇവിടെ കൊടുത്തതാണ്. ഓക്കെ. താഹ ഹുസൈൻ ആരാണ്? അദീബുൻ വനാഖിദുൻ. അദീബാണ്, സാഹിത്യകാരനാണ്. വനാഖിദുൻ നിരൂപകനാണ്, ക്രിറ്റിക്കാണ്. വറവായിയൻ നോവലിസ്റ്റാണ്. വമുഅർരിഖുൻ ചരിത്രകാരനാണ്. ഇസ്തഹറ ബിലഖബി അമീദ് അദബിൽ അറബി അറബി ഭാഷയുടെ അമീദ് പ്രിൻസിപ്പൽ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അറബി സാഹിത്യത്തിൻ്റെ അദബുൽ അറബിയുടെ അറബി സാഹിത്യത്തിൻ്റെ പ്രിൻസിപ്പൽ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. വുലിദ ഫി മുഹാഫലത്തിൽ മന്യ ബി മിസ്ർ ഈജിപ്തിലെ അൽ മന്യ എന്ന ജില്ലയിൽ അദ്ദേഹം ജനിച്ചു. ആം 1889 മിലാദിയ. വ ഉസീബ ബി മറദിൻ ഫി ഐനൈഹി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ രോഗം ബാധിച്ചു. വഹുവ സഗീറിൻ അദ്ദേഹം ചെറുപ്പത്തിലായിരിക്കെ ചെറുപ്രായത്തിൽ തന്നെ 3 വയസ്സിലോ മറ്റോ ആണ്. മിമ്മ അദ്ദായില ഫുഖ്ദാനി ബസരിഹി അത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ ആ ചെറിയ പ്രായം മുതൽ അദ്ദേഹം പൂർണ്ണമായും അന്ധനായിട്ടാണ് വളർന്നത്. ഇൽത്തഹഖ താഹ ഹുസൈൻ ഫി ബിദായത്തി താലിമിഹി തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ താഹ ഹുസൈൻ ചേർന്നു. ബി കുത്താബി ഖറിയത്തിഹി തൻ്റെ നാട്ടിലെ കുത്താബിൽ. കുത്താബു മീൻസ് അവിടെ ചെറുപ്രായത്തിൽ കുട്ടികൾ പഠിച്ചു വരുന്ന ബാലപാഠശാല, അതാണ് കുത്താബ്. അവിടെയാണ് പഠിച്ചത്. സുമ്മ സാഫറയില ജാമിയത്തുൽ അസ്ഹർ പിന്നീട് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ലിയുക്മില ദിറാസത്തഹു പഠനം പൂർത്തിയാക്കാൻ വേണ്ടി. സുമ്മൽ തഹഖ ബിൽ ജാമിയത്തുൽ മിസ്രിയത്തി പിന്നെ അൽ മിസ്രിയ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. വ കതബ ഫിഹ റിസാലത്ത ദക്തൂറ അൻ അബുൽ അല ഇൽ മാരി അവിടെ വെച്ച് അദ്ദേഹം അബുൽ അല ഇൽ മാരിയെ കുറിച്ചുള്ള റിസർച്ച് പ്രബന്ധം, റിസാലത്ത് മീൻസ് റിസർച്ച് പ്രബന്ധം, അത് അദ്ദേഹം തയ്യാറാക്കി, അത് അദ്ദേഹം എഴുതി. അബുൽ അല ഇൽ മാരി മീൻസ് അബ്ബാസി കാലഘട്ടത്തിലെ ഒരു അന്ധ കവിയാണ് അദ്ദേഹം. സാഫർ ത്വഹ ഹുസൈൻ ഇല ഫ്രാൻസ് ത്വഹ ഹുസൈൻ ഫ്രാൻസിലേക്ക് പോയി. ഫദറസ ലുഗാത്തിൽ ലാറ്റിനിയ വൽ യൂനാനിയ വൽ ഫ്രാൻസിയ ഫ്രഞ്ച്, ലാറ്റിൻ, യൂനാൻ മീൻസ് ഗ്രീക്ക് ഭാഷകൾ അദ്ദേഹം പഠിച്ചു. വൽ അദബൽ ഫ്രൻസി ഫ്രഞ്ച് സാഹിത്യവും പഠിച്ചു. പിന്നെ തസവ്വജ ത്വഹ ഹുസൈൻ അസയ്യിദത്ത് സൂസൻ എന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു. അല്ലത്തി അസ്ഹറത്ത് ഫി ഹയാത്തിഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച സൂസൻ എന്ന സ്ത്രീയെ. ബിഷക്കിലിൻ കബീരിൻ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വദഅമതുഹു അവൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ഫി ദിറാസത്തിഹിൽ ഇൽമിയ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ഒരു ലേഡിയാണ് അവരെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ഒയ്യന ത്വഹ ഹുസൈൻ ഉസ്താദൻ ഫിൽ ജാമിയത്തുൽ മിസ്രിയ അൽ ജാമിയ അൽ മിസ്രിയയിൽ അദ്ദേഹം പ്രൊഫസറായിക്കൊണ്ട് അധ്യാപകനായിക്കൊണ്ട് നിയമിക്കപ്പെട്ടു. അദ്ദേഹം പഠിച്ച അൽ ജാമിയ അൽ മിസ്രിയയിൽ. സുമ്മ അമീദൻ ഫി കുല്ലിയത്തിൽ ആദാബി പിന്നെ സാഹിത്യ കോളേജിലെ പ്രിൻസിപ്പാളായിക്കൊണ്ട് നിയമിക്കപ്പെട്ടു. വസാറ മുസ്തഷാറൻ ലി വസാറത്തിൽ മആരിഫി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുസ്തഷാർ ഒരു അഡ്വൈസറായിട്ട് ഉപദേശകനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു, ഉപദേശകനായി തീർന്നു അദ്ദേഹം. സുമ ഒയ്യന വസീർ അലിൽ മആരിഫ് പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്നു. ഹുവൽ വസീറുല്ലദി അഖറ മജ്ജാനിയത്ത് തഅലീമി ഫി മിസ്ർ ഈജിപ്തിൽ വിദ്യാഭ്യാസം ഫ്രീ ആക്കിയ സൗജന്യമാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹമാണ് വിദ്യാഭ്യാസം ഈജിപ്തിൽ സൗജന്യമാക്കിയത്. വമിൻ അഹമ്മി മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ
പ്രധാനപ്പെട്ട രചനകളിൽപ്പെട്ടതാണ് അൽ അയ്യാം എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയും, വദ്വാഉൽ കറവാൻ എന്ന നോവൽ, വൽ മുഅല്ലിബുന ഫിൽ അർള് വഹദീസുൽ അർബിയ വഅലാ ഹാമിശി സീറ വഫി ശിഅത്തിൽ ജാഹിൽ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നഖദിലും സാഹിത്യത്തിലുമായിട്ട്. തൂഫിയ തഹ ഹുസൈൻ, അദ്ദേഹം മരണപ്പെട്ടു 1973. ഇംല ഇൽ ഫറാഗ, ഇവിടെ പൂരിപ്പിക്കാനുണ്ട്. ഇന്നി ലഅരിഫു, ഞാൻ മനസ്സിലാക്കുന്നു, അന്ന ഫി ഖൽബിക്ക്, നിന്റെ മനസ്സിൽ, ഡേഷ് വലീനൻ, ലീന് നൈർമല്യം, മൃദുലത, സദാജത്തൻ വലീനൻ എന്നെഴുതിക്കും അല്ലേ, സിംപ്ലിസിറ്റിയും നൈർമല്യവും നിന്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡേഷ് അൽ അമ്രു കമാ അഖൂലു, അലൈസൽ അമ്രു കമാ അഖൂലു, കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെയല്ലേ. ഹാദിഹി സിന്നു, ഈ പ്രായം, യുഅ്ജിബു ഫീഹാ അൽ അത്ഫാലു ബിൽ വാലിദൈനി, ഈ പ്രായത്തിൽ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. യതകല്ലഫുൽ ആബാഉ, പിതാക്കന്മാർ യതകല്ലഫു, സഹിക്കുന്നു, മിനൽ മശഖത്തി മാ യുത്തീഖു വമാ ലാ യുത്തീഖു, കഴിയുന്നതും കഴിയാത്തതുമായ പ്രയാസങ്ങൾ സഹിക്കുന്നു. റത്തിബിൽ കലിമാത്തി ഹത്താ തകൂന ജുമലൻ മുഫീദത്തൻ, ഈ വാക്കുകളെ ഓർഡറാക്കണം. അൽ ഖൽബു, ഹൃദയം, സലീമത്ത് ഇബ്നത്തി അന്നഫ്സ് ത്വയ്യിബ, ഇതെങ്ങനെ ഓർഡറാക്കാം? ഇബ്നത്തി സലീമത്തുൽ ഖൽബി ത്വയ്യിബത്തുൻ നഫ്സി, എൻ്റെ മകൾ സലീമത്തുൽ ഖൽബാണ്, പിന്നെ നിഷ്കളങ്കയാണ്, നല്ല മനസ്സിനുടമയാണ്. അൻതി മിൻ ഉംരിക്കി അത്താസിയത്തി ഫി, അൻതി ഫി താസിയത്തി മിൻ ഉംരിക്കി, നീ നിൻ്റെ 9ാമത്തെ വയസ്സിലാണ്. മാ യംലിക്കു മിനൽ ജുഹദി യബ്ദുലു ഇന്ന അബാക്കി, ഇന്ന അബാക്കി യബ്ദുലു മിനൽ, യബ്ദുലു മാ യംലിക്കു മിനൽ ജുഹദി, ഇന്ന അബാക്കി യബ്ദുലു മിനൽ ജുഹദി മാ യംലിക്കു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം കഷ്ടപ്പാട് എന്ത് ചെയ്യുന്നു, പരിശ്രമിക്കുന്നു, അദ്ദേഹത്തിന് കഴിയുന്നതും. അപ്പോൾ മാല യംലിക്കു, അത് കൂടെ ചേർത്താൽ എന്തായി, കിതാബിൽ പറഞ്ഞതുപോലെ, മേലെ പറഞ്ഞതുപോലെയായി. മിനൽ ഹയാത്തി ഹാദ അത്തൗർ അല്ലദീദ് അൻത ഫി ഹാദ തൗരി ലദീദ് മിനൽ ഹയാത്തി, ഇനിയിപ്പോൾ നിൻ്റെ ഈ ആസ്വാദ്യകരമായ ഘട്ടത്തിലാണ്, നിൻ്റെ ജീവിതത്തിൽ ആസ്വാദ്യകരമായ ഘട്ടത്തിലാണ് ഉള്ളത്. അജിബനിൽ അസിലത്തില്ലാത്ത താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ലിമൻ യുഹാത്തിബു തഹ ഹുസൈൻ, തഹ ഹുസൈൻ ആരെയാണ് അഭിമുഖീകരിച്ച് കൊണ്ട് സംസാരിക്കുന്നത്? ആരെയാണ്? ഇബ്നതഹു അല്ലേ, യുഹാത്തിബു തഹ ഹുസൈൻ ഇബ്നതഹു, തഹ ഹുസൈൻ തൻ്റെ മകളെ അഭിമുഖീകരിക്കുന്നു. മാ സിഫാത്ത് ഇബ്നത്തിൽ കാത്തിബി, എഴുത്തുകാരൻ്റെ മകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇബ്നത്തുൽ കാത്തിബി സാദിജത്തുൻ വ സലീമത്തുൽ ഖൽബി വ ത്വയ്യിബത്തുൻ നഫ്സി, നല്ല മനസ്സുള്ളവളും നിഷ്കളങ്കയും സിമ്പിളുമാണ്. പിന്നെ ഫീമ യത്തഖിദുൽ അത്ഫാലു ആബാഅഹും മുസ്ലൻ ഉല്യ, എന്ത് വിഷയത്തിലാണ് കുട്ടികൾ തങ്ങളുടെ പിതാക്കന്മാരെ ഉന്നതമായ മാതൃകയാക്കുന്നത്? എന്ത് കാര്യത്തിലാണ്? യത്തഖിദുൽ അത്ഫാലു ആബാഅഹും മുസ്ലൻ ഉല്യ ഫിൽ ഹയാത്തി, ജീവിതത്തിൽ അല്ലേ, ജീവിതത്തിൽ ഉന്നത മാതൃകകളാക്കുന്നു. ലിമാദ യബ്ദുലുൽ ആബാഉ അൽ ജുഹദ വൽ മശഖത ഫി ഹയാത്തിഹിം, ഉപ്പമാർ എന്തിനാണ് ജീവിതത്തിൽ പ്രയാസം സഹിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പാടുകൾ ചിലവഴിക്കുന്നത് എന്തിനാണ്? ലിയുജന്നിബ അബ്നാഅഹും, തങ്ങളുടെ മക്കളെ അകറ്റാൻ വേണ്ടി. എന്തിനെ തൊട്ട്? ഹയാത്തഹും ഫീ തുഫൂലത്തിഹിം, തങ്ങളുടെ ചെറുപ്പകാലത്തെ ജീവിതത്തിൽ നിന്നും തങ്ങളുടെ മക്കളെ അകറ്റാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഹാത്തി അസിലത്തൻ ലിൽ ഇജാബാത്തിലാത്തിയ, താഴെയുള്ള ഉത്തരങ്ങൾക്ക് ചോദ്യമുണ്ടാക്കണം. ഹിയഫിൽ ആശറത്തി മിൻ ഉംരിഹ, അവൾ തൻ്റെ 10ാം വയസ്സിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? കം ഉംറുഹ, അവളുടെ പ്രായം എത്രയാണ്? ഹിയഫിൽ ആശറത്തി മിൻ ഉംരിഹ, 10ാം വയസ്സിലാണ്. റജാത്ത് ഫാത്തിമത്തു മിനൽ കുല്ലിയത്തി മസാൻ, ഫാത്തിമ വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങി, കോളേജിൽ നിന്ന് മടങ്ങി. അപ്പോൾ മത്താ റജാത്ത് ഫാത്തിമത്തു മിനൽ കുല്ലിയത്തി, ഫാത്തിമ എപ്പോഴാണ് കോളേജിൽ നിന്ന് മടങ്ങിയത്? സലീമുൻ യഅമലു ഫി ദൗലത്തിൻ അറബിയ, സലീം ഒരു അറബ് രാഷ്ട്രത്തിലാണ് ജോലി ചെയ്യുന്നത്. ചോദ്യം, ഐന യഅമലു സലീം, സലീം എവിടെ ജോലി ചെയ്യുന്നു? യബ്ദുലു തുല്ലാബ് ജുഹൂദഹും ഫി ദിറാസത്തി, വിദ്യാർത്ഥികൾ തങ്ങളുടെ തങ്ങളുടെ കഠിനാധ്വാനം പഠനത്തിൽ ചിലവഴിക്കുന്നു. ചോദ്യം, ഫീമ യബ്ദുലു
അത്തുല്ലാബ് ജുഹൂദഹും, എന്ത് വിഷയത്തിലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരിശ്രമം ചിലവഴിക്കുന്നത്. ഇസ്താമിൽ ഫിൽ ജുമലി കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത്തഹദ യത്തഹിദു, ഇത്തഹദ മീൻസ് സ്വീകരിക്കുക. യത്തഹിദുൽ അത്ഫാൽ, കുട്ടികൾ സ്വീകരിക്കുന്നു. ആബാഅഹും, തങ്ങളുടെ പിതാക്കന്മാരെ. ഉസ്വത്തൻ ലഹും, അവർക്കുള്ള ഒരു മാതൃകയായിക്കൊണ്ട്. തഅസ്സറ യതഅസ്സറു, സ്വാധീനിക്കുക. യതഅസ്സറു സുല്ല, അതായത് സ്വാധീനം ഉൾക്കൊള്ളുക. യതഅസ്സറു തുല്ലാബ്, വിദ്യാർത്ഥികൾ സ്വാധീനം ഉൾക്കൊള്ളുന്നു. ബിൽ അസ്ദിഖായി, കൂട്ടുകാരിൽ നിന്നും. ഫി മുആമലത്തിഹിം, അവരോടുള്ള സഹവാസം കൊണ്ട് കൂട്ടുകാരിൽ നിന്നും സ്വാധീനം ഉൾക്കൊള്ളുന്നു. കൂട്ടുകാരുടെ സഹവാസത്തിൽ നിന്നും സ്വാധീനം ഉൾക്കൊള്ളുന്നു. പിന്നെ ബദല യബ്ദുലു, ചിലവഴിക്കുന്നു. യബ്ദുലുൽ ലാഇബു ജുഹൂദഹു, കളിക്കാരൻ തൻ്റെ കഠിനാധ്വാനം നടത്തുന്നു. ഫിൽ മുബാറാത്തി, കഠിനാധ്വാനം ചിലവഴിക്കുന്നു മീൻസ് കഠിനാധ്വാനം ചെയ്യുന്നു. എന്തിൽ? ഫിൽ മുബാറാത്തി, മത്സരത്തിൽ. അസ്ന മീൻസ് ഡ്യൂരിങ്, ഇടെ. സാറൽ വസീറു, വസീർ മന്ത്രി സന്ദർശിച്ചു. അൽ കുല്ലിയത്ത്, കോളേജ്. അസ്ന അസഫരിഹി ഇലൽ ജാമിയത്ത്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ വസീർ കോളേജ് സന്ദർശിച്ചു. ഓക്കെ. ഉക്തുബുൽ ജുമുഅ ലിൽ മുഫ്രദാത്തിൽ ആത്തിയ, താഴെയുള്ള മുഫ്രദുകൾക്ക് ജമ്മകൾ കണ്ടെത്താം. ഒന്നാമത്തത് ഖരീൻ, അഖ്റാൻ. തിഫ്ല്, കുട്ടി. അത്ഫാൽ, അബ്, ആബാ, ഉമ്മ്, ഉമ്മഹാത്ത്. ഖൽബ്, ഖുലൂബ്. നഫ്സ്, അൻഫുസ് അല്ലെങ്കിൽ നുഫൂസ്. ഇബ്ന്, അബ്നാ. റജുല്, റിജാൽ. സുബി, സുബിയാൻ. തൗർ, അത്വാർ. ബാബ്, അബ്വാബ്. ലാഹിദ് അൽ മിസാല വംലയിൽ ഫറാഗ മിനൽ ജുംല, ഉദാഹരണം നോക്കിയിട്ട് പൂരിപ്പിക്കണം. ദഹബ മുനീറുൻ ഇലൽ മുസ്തഷ്ഫ, മുനീർ ഹോസ്പിറ്റലിലേക്ക് പോയി. അൻ യഊദ സ്വദീഖഹു, അവിടെ ലി അൻ യഊദ എന്ന് പറയണം, എന്നാലാണ് അതിൻ്റെ അർത്ഥം കറക്റ്റ് ആവുന്നത്. തൻ്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി. മുനീർ ഹോസ്പിറ്റലിലേക്ക് പോയി. ലി അൻ യഊദ, കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി. അൻ യഊദ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കൽ എന്നാണ് അർത്ഥം വരിക. ലി അൻ യഊദ, സന്ദർശിക്കാൻ വേണ്ടി. അതേപോലെ അടുത്തത് വസല താജിറു ഇലൽ ബാങ്ക്, കച്ചവടക്കാരൻ ബാങ്കിലെത്തി. അൽ ഹിസാബാണുള്ളത് അല്ലെ, അക്കൗണ്ട്. അപ്പോൾ ലി അൻ യഫ്ഹസൽ ഹിസാബ, അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടി. ഫഹസ, യഫ്ഹസ്. അഖദത്തി ത്വാലിബത്തു കിതാബൻ, വിദ്യാർത്ഥിനി പുസ്തകമെടുത്തു. ലി അൻ തദ്റുസ ദർസ, പാഠം പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ലി അൻ തഖ്റ ദർസ, പാഠം വായിക്കാൻ വേണ്ടി. ഓക്കെ. ഇനി അടുത്തത് ലൻ യക്ദിബൽ അമീനു ഫി കലാമിഹി, അമീൻ സത്യസന്ധൻ, വിശ്വസ്തൻ തൻ്റെ സംസാരത്തിൽ കളവ് പറയുകയില്ല. അപ്പോൾ അൻ എന്ന് പറഞ്ഞാൽ ചെയ്യൽ എന്നാണ് അർത്ഥം വരിക. ലൻ മുമ്പിൽ വന്നാലോ ചെയ്യുകയില്ല എന്നർത്ഥം കിട്ടും. അൻ യദ്ഹബ, പോകൽ. പിന്നെ അൻ യഊദ, സന്ദർശിക്കൽ. അൻ യഫ്ഹസ, പരിശോധിക്കൽ. അങ്ങനെയാണ് അർത്ഥം കിട്ടുക. ലെന്നാണെങ്കിൽ ലൻ യക്ദിബ, കളവ് പറയുകയില്ല. ലൻ യദ്ഹബ എന്നാണെങ്കിലോ പോവുകയില്ല. അങ്ങനെ. അടുത്തത് ലൻ ഡാഷ് അൽ മുജ്തഹിദ് ഫിൽ ഇംതിഹാനി, ലൻ യഫ്ശലൽ മുജ്തഹിദ് ഫിൽ ഇംതിഹാനി, കഠിനാധ്വാനി പരീക്ഷയിൽ പരാജയപ്പെടുകയില്ല. ലൻ യഫ്ശല. അതേപോലെ ലൻ യഅകുലൽ ഫീലു അൽ ലഹ്മ, ആന ഇറച്ചി തിന്നുകയില്ല. അടിപൊളി ഉദാഹരണം. ആന ലഹമ തിന്നുകയില്ല. അപ്പം ചെയ്യുകയില്ല എന്ന് പറയാൻ ലൻ. അൻ വലൻ, ഇത് രണ്ടും അദാത്താനി ലി നസ്ബിൽ ഫിഅലിൽ മുളാരി, മുളാരി ആ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്, അടയാളങ്ങളാണ്. അതായത് ഈ അന്നും ലന്നും എവിടെയാണ് വരിക? മുളാരി ആ ഫിഅലിൻ്റെ മുമ്പിലാണ് വരിക. അൻ യഊദ, അൻ യഫ്ഹസ, അൻ യഖറഅ, ലൻ യക്ദിബ എല്ലാം മുളാരി ആ ഫിഅലാണ് അല്ലേ. മുളാരി ആ ഫിഅലിൻ്റെ മുമ്പിൽ ഈ ഹർഫുകൾ വന്നാൽ മുളാരി ആ ഫിഅലിന് നസ്ബ് ചെയ്യും. അതായത് ഈ ഹർഫുകൾ മുളാരി ആ ഫിഅലിൻ്റെ മുമ്പിൽ വന്നാൽ ആ മുളാരി ആ ഫിഅലിന് ഇഅ്റാബ് നസ്ബായിരിക്കും. ഒരു വാക്കിൻ്റെ ഇഅ്റാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ലൻ യക്ദിബ എന്നും അൻ യഊദ എന്നും പറഞ്ഞത്. ഇനി അൽ അൻഷിത്തത്തുൽ മുസാഹബ, അനുബന്ധ പ്രവർത്തനങ്ങൾ. ഇഷ്റഹ് അദ്ദർസ ഇലബ്നതി, ഇലബ്നതി എന്ന പാഠം ഷർഹ് വിശദീകരിക്കുക. ലിതാഹ ഫി മുദക്കറത്ത് മജീദ്, ഒരു ചെറിയ
ഒരു കുറിപ്പായിക്കൊണ്ട് വിശദീകരിക്കുക. അതായത് അതൊന്നും ചുരുക്കി എഴുതുക. ഇഷ്റഹ് ലിബ്നത്തി എന്ന ഈ പാഠം അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹദൽ മഖ്തഉ മഅഖൂദത്തുൻ മിൻ കിതാബി അൽ അയ്യാം. അൽ അയ്യാം എന്ന പുസ്തകത്തിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ഭാഗമാണിത്. വഹുവ സീറത്തു ദാത്തിയത്തു ലിൽ കാതിബിൽ അറബിയിൽ കബീർ ത്വാഹ ഹുസൈൻ. വലിയ അറബി എഴുത്തുകാരനായ ത്വാഹ ഹുസൈൻ്റെ സീറത്തുൽ ദാത്തിയ ഓട്ടോബയോഗ്രഫിയാണ് അൽ അയ്യാം എന്ന പുസ്തകം. യബ്ദ ഉൽ കാതിബ് ത്വാഹ ഹുസൈൻ തുടങ്ങുന്നു ബി ഇത് ഈ ഒരു ഭാഗം ബി വസ്ഫി മഷായിർ ഇബ്നത്തിഹി ദാത്തി തിസ്ഇ സനവാത്തിൻ. 9 വയസ്സുള്ള തൻ്റെ മകളുടെ തൻ്റെ മകളുടെ വികാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട്. ഹൈസു യറ അൽ അത്ഫാലു കുട്ടികൾ കാണുന്നു ഫി ഹാദൽ ഉംരി ഈ പ്രായത്തിൽ അബ്ന ആബാഅഹും തങ്ങളുടെ പിതാക്കന്മാരെ ഉമ്മഹാത്തിഹിം മാതാക്കളെയും മുസലൻ ഒല്യ ഉന്നത മാതൃകകളായിക്കൊണ്ട് വ അഫ്ളൽ നാസി അലൽ ഇത്ലാഖി ജനങ്ങളിൽ ഏറ്റവും നല്ലവരായിക്കൊണ്ടും കാണുന്നു. വയുഷീറു ഇല അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇല അന്നൽ ബിന്ദ കാനത്ത് തഅതഖിദു തൻ്റെ മകൾ വിശ്വസിക്കുന്നു എന്ന് അന്ന അബാഹ കാന ദായിമൻ അക്രമ റിജാലി എപ്പോഴും തൻ്റെ ഉപ്പ അക്രമ റിജാലി മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ളവനാണെന്നും അമ്പലൽ അത്ഫാലി കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയായിരിക്കും എന്നും കരുതുന്നു. വ അന്നഹു ആശ ഹയാത്തൻ മിസ്ല ഹയാത്തിഹ അൽ ജയ്യിദത്തി അലാൻ അവളുടെ ഇപ്പോഴുള്ള ആ നല്ല ജീവിതം പോലുള്ള ജീവിതമാണ് തൻ്റെ പിതാവ് ജീവിച്ചത് എന്നും അവൾ കരുതുന്നു. റബ്ബമ അഫ്ളല മിൻഹ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ജീവിതമായിരിക്കും ജീവിച്ചിരുന്നത് എന്ന് അവൾ കരുതുന്നു. വലാക്കിൻ അൽ കാത്തിബ പക്ഷേ കാത്തിബ് എഴുത്തുകാരൻ യുഅക്കിദ് ഉറപ്പിക്കുന്നു അന്നഹു യബ്ദുൽ ജുഹ്ദൻ അളീമൻ അദ്ദേഹം കഠിനമായി പരിശ്രമിക്കുകയാണ് എന്ന്. വയതഹമ്മൽ മശക്കത്തൻ കബീറത്തൻ വലിയ പ്രയാസം സഹിക്കുകയാണ്, കഷ്ടപ്പാട് സഹിക്കുകയാണ് എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ലിയുജന്നിബ ഇബ്നതഹു തൻ്റെ മകളെ അകറ്റാൻ, ഹയാത്തഹുല്ലത്തി ആശഹ ഹീനകാന സുബിയൻ അദ്ദേഹം ചെറുപ്പത്തിൽ ജീവിച്ച ജീവിതത്തിൽ നിന്നും തൻ്റെ മകളെ അകറ്റാൻ, മീൻസ് ആ ഒരു ജീവിതം തൻ്റെ മകൾക്ക് ലഭിക്കാതിരിക്കാൻ അദ്ദേഹം ഇപ്പോൾ പരിശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. വഹിയ ഹയാത്തുൻ സാബത്തുൻ വമുഅ്ലിമത്തുൻ അത് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം സാബത്ത് പ്രയാസകരമായതും വമുഅ്ലിമത്ത് വേദനാജനകവുമായതുമായിരുന്നു. വലി അന്ന ഖൽബൽ ബിന്ദി സാദിജിൻ വതയ്യിബിൻ മകളുടെ ഹൃദയം നല്ലതും സിമ്പിളുമായതിനാൽ ഫൈനൽ കാത്തിബ യറ കാത്തിബ് കാണുന്നു അന്നഹു ഹറാമൻ അൻ യഫ്തഹ ലഹ ബാബൽ ഹുസ്നി അവളുടെ മുമ്പിൽ ദുഃഖത്തിൻ്റെ വാതിൽ തുറക്കൽ ഹറാമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് അദ്ദേഹം കാണുന്നു. ഫി ഹാദൽ മർഹലത്തിൽ ലദീദത്തി മിനൽ ഹയാത്തി അവളുടെ ഈ ആസ്വാദ്യകരമായ ജീവിതത്തിൻ്റെ ഈ ആസ്വാദ്യകരമായ ഘട്ടത്തിൽ. ലിദാലിക് അതുകൊണ്ട് ഖററ അദ്ദേഹം തീരുമാനിച്ചു അൻ യുഅജ്ജിലൽ ഹദീസ അൻ തുഫൂലത്തിഹി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നതിനെ യുഅജ്ജില നീട്ടിവെക്കാൻ, തുഫൂലത്തിഹി സാബത്തി തൻ്റെ പ്രയാസകരമായ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് നീട്ടിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹത്താ തതഖദ്ദമ ബിഹ സിന്നു ഖലീലൻ അവൾക്ക് കുറച്ച് പ്രായമാകുന്നത് വരെ. ഫ തഅരിഫു ഫിൽ മുസ്തഖ്ബലി അങ്ങനെ അവൾക്ക് ഭാവിയിൽ മനസ്സിലാകും കം അഹബ്ബഹ വാലിദുഹ അവളുടെ പിതാവ് അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. വജദ്ദ ഫി ഇസ്ആദിഹ അവളെ സന്തോഷിപ്പിക്കാൻ എത്രമാത്രം അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്ന് മനസ്സിലാകും. വതജ്നീബിഹ മറാറത്തൽ തുഫൂലത്തിഹി മറാറത്ത് തുഫൂലത്തിഹി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൻ്റെ കയ്പിൽ നിന്നും അവളെ അകറ്റാൻ വേണ്ടിയും എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്തത് ഉക്തുബ് ഫിക്റത്തൻ സഗീറത്തൻ അനിൽ കിതാബി അൽ അയ്യാം ലി ത്വാഹ ഹുസൈൻ. ത്വാഹ ഹുസൈൻ്റെ അൽ അയ്യാം എന്ന പുസ്തകത്തെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതാം. അൽ അയ്യാം ലി ത്വാഹ ഹുസൈൻ. കിതാബുൽ അയ്യാം ഹുവ ഖിസ്സത്തുൻ ഹഖീഖിയത്തുൻ ഒരു യഥാർത്ഥ കഥയാണ് അൽ അയ്യാം എന്ന പുസ്തകം. ജമീലത്തുൻ മനോഹരമായ. കതബഹ ലദീബുൽ അൽ കബീർ ത്വാഹ ഹുസൈൻ എഴുതിയ അൻ ഹയാത്തിഹി തൻ്റെ ജീവിതത്തെക്കുറിച്ച്. യഹ്കി അൽ കിതാബു അല്ലെങ്കിൽ യഹ്കി അൽ കാത്തിബു ആണ് ഇവിടെ വേണ്ടത്. യഹ്കി അൽ കാത്തിബു ഫിഹി എഴുത്തുകാരൻ അതിൽ പറയുന്നു കൈഫ ഫഖദ ബസറഹു എങ്ങനെ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നും വഹുവ സഗീറുൻ കുട്ടിയായിരിക്കെ. വ കൈഫ നശഅ ഫി ഖറിയത്തിൻ മിസ്രിയത്തിൻ സഗീറത്തിൻ എങ്ങനെയാണ് താൻ ചെറിയൊരു ഈജിപ്ഷ്യൻ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു. യതഹദ്ദസു ഫിഹി അദ്ദേഹം അതിൽ പറയുന്നു അൻ തുഫൂലത്തിഹി വ ദിറാസത്തിഹി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ പഠനത്തെക്കുറിച്ചും ഫിൽ കുത്താബിലുള്ള തൻ്റെ പഠനത്തെക്കുറിച്ചും വമിൻ സമ പിന്നെ ഫിൽ അസ്ഹർ പിന്നെ അസ്ഹറിലുള്ള പഠനത്തെക്കുറിച്ചും വകൈഫ തഗല്ലബ അല സിആബി പ്രയാസങ്ങളെയൊക്കെ താൻ എങ്ങനെ അതിജയിച്ചു എന്നതിനെക്കുറിച്ചും ലിയുസ്ബിഹ ആലിമൻ കബീറൻ
എന്നിട്ട് വലിയൊരു പണ്ഡിതനായി തീർന്നതിനെക്കുറിച്ചും വാ യു അല്ലിമുന കിതാബുൽ അയ്യാം അൽ അയ്യാം എന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അന്നൽ ഇറാദത്ത വസ്സബ്ര ക്ഷമയും ഒരു മനക്കരുത്തും യുസായിദാനി അൽ ഇൻസാന മനുഷ്യനെ സഹായിക്കുന്നു എന്ന്. എന്തിനെ? അല തഹഖീഖി അഹ്ലാമിഹി തൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ. ഹത്താലോക്കാനത്ത് ഹയാത്തുഹു സാബത്തൻ ജീവിതം എത്ര പ്രയാസകരമാണെങ്കിലും മനക്കരുത്തും ക്ഷമയും ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ആദ്യത്തെ മക്കാലത്തന്നെ ത്വാഹ ഹുസൈനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. അത് മേലെ ഉണ്ടല്ലേ, ലാഹിദുൽ വീഡിയോ, ഈ വീഡിയോ കാണുക QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട്. പിന്നെ അതേപോലെ അൽ അയ്യാം എന്ന സീരീസ് ഉണ്ടല്ലേ, അത് നെറ്റിൽ സെർച്ച് ചെയ്ത് കാണുക. ഇത്രയൊക്കെയാണ് ഈ ഒന്നാമത്തെ പാഠത്തിലുള്ളത്.